ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് അഥവാ SBCID എന്ന തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ഏപ്രിൽ 30 വന്നിട്ടുള്ള കാര്യം അറിഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം സവിശേഷതകളുള്ളൊരു എക്സാമാണിത്. കാരണം എന്തൊക്കെയാണ്? ഇതിന് മെഡിക്കലില്ല, അതുപോലെ തന്നെ ഫിസിക്കലില്ല, അതുപോലെ ട്രെയിനിങ് ഇല്ല, കൂടാതെ എന്തില്ല, ഇൻ്റർവ്യൂ ഇല്ല. 2 ഘട്ട എക്സാമാണ്. ഒന്ന് പ്രിലിമിനറി എക്സാം ഉണ്ട്, അതുപോലെ തന്നെ മെയിൻസ് എക്സാം ഉണ്ട്. ഇൻ്റർവ്യൂ ഇല്ല എന്നത് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. കൂടാതെ ഇതെന്താണ്, ലേഡീസിനും അപ്ലൈ ചെയ്യാവുന്ന ഒരു എക്സാമാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് SBCID അസിസ്റ്റൻറ്റ് 2025 നിലവിലെ ലിസ്റ്റിൻ്റെ സ്ഥിതി, നിയമനം, കാലാവധി എന്നീ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു എക്സാം വന്നിട്ട് അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 315/2019 കാറ്റഗറി കോഡിലാണ് എക്സാം വിളിച്ചിരുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് SBCID. അന്ന് അതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 22,200 മുതൽ 48,000 വരെയായിരുന്നു. എന്നാൽ ഇന്നത് 31,100 മുതൽ 66,800 വരെ ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഏതൊരു പോസ്റ്റിലേക്കും അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് വേണ്ടിയൊക്കെ അപേക്ഷിക്കുമ്പോൾ നമുക്ക് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സ്കെയിൽ ഓഫ് പേ ആണ്. ഇന്ന് അത് CPOയുടെ സാലറി സ്കെയിലിനൊക്കെ തുല്യമായിട്ട് തന്നെ 31,100 മുതൽ 66,800 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആയിരുന്നു. അതുപോലെ സ്റ്റേറ്റ് വൈഡ് എക്സാമാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇതിൻ്റെ വേക്കൻസീസ് എന്ന് പറയണത് എത്രയായിരുന്നു? 9 വേക്കൻസീസ് ആയിരുന്നു. ശ്രദ്ധിക്കുക, 9 വേക്കൻസീസ് ആയിരുന്നു അന്ന് വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം. അന്ന് പ്രിലിമിനറി എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ്. അത് എന്താണ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30/10/2021 മുതൽ 13/11/2021. 30/10/2021, അതുപോലെ തന്നെ 13/11/2021 എക്സാം ഡേറ്റ്. ഇതിൻ്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 54.3 54.3 ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഈ പ്രിലിമിനറി എക്സാമിൻ്റെ ഒരു കാര്യം നമുക്കറിയാം, ഇതെപ്പോഴും എന്താണ്, ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണ് അല്ലേ? ഇത് കടന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻസിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ മാർക്ക് എന്ത് ചെയ്യുന്നില്ല, അവിടെ പരിഗണിക്കുന്നില്ല. റാങ്ക് ലിസ്റ്റിലേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ മാർക്ക് അതിലേക്ക് പരിഗണിക്കില്ല. മറിച്ച് മെയിൻ ലിസ്റ്റിൽ, അതായത് നമുക്ക് മെയിൻസിന് എത്ര മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു എന്നനുസരിച്ചാണ് നമ്മുടെ റാങ്കിലെ ഒരു നില വരുന്നത് അല്ലേ? അപ്പോൾ അന്നത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 54.3 പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വന്നിരുന്നത്. അടുത്തത് മെയിൻ ലിസ്റ്റ്. ഇതിൻ്റെ എക്സാം നടന്നത് 21/12/2022 ആയിരുന്നു. എന്നാൽ ഇതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 3/6/2023 ആയിരുന്നു. 3/6/2023 ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 33 ആയിരുന്നു. ഓർക്കുക, കട്ട് ഓഫ് വരുന്നത് എത്രയായിരുന്നു? മെയിൻസിൻ്റെ 33 ആയിരുന്നു. 33 മാർക്ക് സ്കോർ ചെയ്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? മെയിൻ ലിസ്റ്റിൽ ഇടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, എന്താണ്, 3/6/2023 നിലവിൽ വന്ന മെയിൻ ലിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയായിരിക്കും?
6/2026 ജൂൺ 2026 എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഈ ലിസ്റ്റിൻ്റെ കാലാവധി തീരും. അപ്പോൾ നമുക്കറിയാം ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞ് 3 വർഷം വരെയാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഏകദേശം എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം 9 വേക്കൻസീസ് ആയിരുന്നു എക്സാം വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൻ്റെ ലാസ്റ്റ്, അതായത് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 21/2/2025 ഇതിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. എത്ര പോയിട്ടുണ്ട്? 172. ഓർക്കുക, 172. 9 വേക്കൻസി ഉണ്ടായിരുന്നിടത്തുനിന്നാണ് എത്ര പോയിരിക്കുന്നത്? 172 അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, എത്രയോ മടങ്ങ് അല്ലേ ആണ് എത്ര വേക്കൻസീസിനേക്കാളും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന വേക്കൻസീസിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു അഡ്വൈസ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു എക്സാമാണ് SBCID. അതുമാത്രമല്ല, നമുക്ക് എന്ത് മതി? ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. മറ്റ് ഇതൊന്നും നമുക്കില്ല, അതായത് ഫിസിക്കലില്ല, മെഡിക്കലില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓർത്താൽ മതി, ഇപ്പോഴേ സിലബസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇപ്പോഴേ നമ്മൾ തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതും ഓർക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ മെഡിക്കൽ കണ്ടീഷൻസും ഒന്നും ഇതിനൊരു ബാധകമല്ല. ഇതിൻ്റെ പിന്നെ മറ്റൊരു സവിശേഷത അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ റീജിയണൽ ഓഫീസും ഹെഡ് ക്വാർട്ടേഴ്സും ഉള്ളിടത്ത് മാത്രമാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുകയുള്ളൂ. അതായത് നമുക്ക് എല്ലാ ജില്ലയിലൊന്നും നിയമനം ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കുക. 4 ജില്ലയിലായിരിക്കും. ഒന്ന് എവിടെയായിരിക്കും? തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, എറണാകുളം എന്നിങ്ങനെ 4 ജില്ലകളിലായിരിക്കും നമുക്ക് നിയമനം ലഭിക്കുക. അപ്പോൾ ട്രാൻസ്ഫറും ഈ ഏതെങ്കിലും 4 ജില്ലകളിലായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, അതായത് ഡിഗ്രി ഉള്ളവരെ സംബന്ധിച്ച് ഒരു സുവർണ അവസരമാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഡിഗ്രിയുടെ സെക്കൻഡ് പ്രിലിമിനറി എക്സാം വരുമ്പോൾ, ഇപ്പോൾ ആദ്യത്തെ പ്രിലിമിനറി എക്സാം ഈ മെയ് മാസത്തിലുണ്ടാവും. അതല്ലാത്ത രണ്ടാമത്തെ പ്രിലിമിനറി എക്സാമിൻ്റെ സമയത്തായിരിക്കും ഇതിൻ്റെ എക്സാം വിളിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. അതിനു മുമ്പ് ഇത് അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഓർക്കുക, 4/6/2025 അപ്പോൾ അപ്ലൈ ചെയ്യാതെ ഇരിക്കരുതാരും. അപ്പോൾ ഡിഗ്രി മാത്രം മതി, നമുക്ക് നല്ല സേഫായിട്ടൊരു ജോലി കിട്ടും. ആ കാര്യം ഓർക്കുക. അപ്പോൾ എല്ലാവരും ഇപ്പോഴേ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. വീണ്ടും കാണാം.